ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പെന്തക്കോസ്ത ഞായറിൽ നമ്മുടെ വിചിന്തനത്തിനായി ലഭിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 14:15 മുതൽ 16 വരെയും 23 മുതൽ 26 വരെയുമുള്ള വാക്യങ്ങളാണ്. യേശു തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ശിഷ്യരുടെ അസ്വസ്ഥത ദൂരീകരിക്കാൻ സഹായകനെ വാഗ്ദാനം ചെയ്യുകയാണ്. സഹായകന്റെ സാന്നിധ്യവും പ്രവർത്തനവും എപ്രകാരമായിരിക്കുന്നു എന്നും യേശു വ്യക്തമാക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മേഖലകളിൽ ചിലത് നമുക്ക് ലഭിക്കുന്നുണ്ട്. 4-ാം സുവിശേഷകൻ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം പാരാക്ലെത്തോസ് ആണ്. സഹായത്തിനായി വിളിക്കപ്പെട്ടവൻ, അരികിൽ ഇരിക്കാൻ വിളിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അതിനാൽ അഭിഭാഷകൻ, അഡ്വക്കേറ്റ്, സഹായകൻ എന്ന ആശയം ഇതിൽ അടങ്ങിയിരിക്കുന്നു. പഴയ നിയമകാലത്ത് നേതൃത്വ നിരയിലേക്ക് വരുന്നവരെ സഹായിക്കുവാനും ദൗത്യം തുടരുവാനും ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകുന്നതായി സൂചനകളുണ്ട്. ഉദാഹരണം സംഖ്യ 27:18, ന്യായാധിപന്മാർ 3:10 മുതലായവ. പ്രവാചകന്മാർ ദൈവവചനം ജനങ്ങളോട് സംസാരിച്ചിരുന്നത് അവരിൽ വസിച്ചിരുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തന ഫലമായിട്ടായിരുന്നു. അതിനാൽ 4-ാം സുവിശേഷത്തിൽ ദൗത്യ നിർവഹണത്തിന്റെ സഹായത്തിനായി നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ ദൈവശാസ്ത്രപരമായി പഴയ നിയമകാലത്ത് നൽകപ്പെട്ടിരുന്ന സഹായകനുമായി ബന്ധമുണ്ട്. മറ്റ് 3 സുവിശേഷകർ നൽകാത്ത ദൗത്യങ്ങൾ 4-ാം സുവിശേഷകൻ പരിശുദ്ധാത്മാവിന് നൽകുന്നുണ്ട്. 3 അധ്യായങ്ങളിൽ 14, 15, 16 എന്നീ അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടുന്ന ദൗത്യങ്ങളെ 5 ഭാഗങ്ങളായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അവയെ സവിശേഷമായി 2 പ്രധാന ആശയങ്ങളിൽ നമുക്ക് സംഗ്രഹിക്കുവാൻ കഴിയും. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. 2, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ 4-ാം സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. ഏറെ പ്രധാനമായും നാം ഗ്രഹിക്കുന്നത് യേശുവും പരിശുദ്ധാത്മാവും ഒന്നാണെന്നുള്ളതാണ്. യേശു പിതാവിൽ നിന്നും വരുന്നത് പോലെ പരിശുദ്ധാത്മാവും പിതാവിൽ നിന്നും വരുന്നു. തൻ്റെ വിടവാങ്ങലോടുകൂടെ മറ്റൊരു സഹായകനെ യേശു ശിഷ്യർക്കായി വാഗ്ദാനം ചെയ്യണമെങ്കിൽ തീർച്ചയായും 1-ാമത്തെ സഹായകൻ അവരോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കണം. ശിഷ്യന്മാരോടൊപ്പം ആയിരിക്കുന്ന സഹായകൻ യേശുവാണ്. 14-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ യേശുവും സഹായകനും ഒന്ന് തന്നെയാണെന്നുള്ളതിന് മതിയായ കാരണങ്ങൾ 4-ാം സുവിശേഷകൻ വീണ്ടും നൽകുന്നുണ്ട്. സഹായകനെ പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. പ്രസ്തുത വിശേഷണങ്ങൾ യേശുവിനെ സംബന്ധിച്ചും ശരിയാണ്. താൻ തന്നെയാണ് സത്യം എന്ന് യേശു പ്രഖ്യാപിക്കുന്നു. 14:6. യേശു ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. 6:69. ഇതുപോലെ 2 പേരുടെയും പ്രവർത്തനങ്ങൾ ഒന്ന് തന്നെയാണ്. പഠിപ്പിക്കുക, സാക്ഷ്യം നൽകുക മുതലായവ. എന്നിരുന്നാലും 2 പേരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല. യേശുവിൻ്റെ വിടവാങ്ങലിന് ശേഷമേ
സഹായകൻ ആഗതനാകുന്നുള്ളൂ. ആഗതനാകുന്ന സഹായകൻ ശിഷ്യരിലായിരിക്കും. ഇവിടെ സഹായകന്റെ സാന്നിധ്യത്തിന് ഒരു സവിശേഷതയുണ്ട്. യേശു ആകുന്ന സഹായകൻ ശിഷ്യരോടൊപ്പമായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ ശിഷ്യരുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന സഹായകന്റെ സാന്നിധ്യം ആന്തരികമായ ഒരു അനുഭവമാണ്. യേശുവിന്റെ വിടവാങ്ങലിന് ശേഷം ആഗതനാകുന്ന സഹായകന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും 4-ാം സുവിശേഷകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒന്ന്, പഠിപ്പിക്കുക. പഠിപ്പിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുക എന്നതാണ് സഹായകന്റെ പ്രവർത്തനം. ഇവിടെ വെളിപ്പെടുത്തിയവയെ അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കുവാൻ സഹായകൻ നമ്മെ സഹായിക്കുന്നു. 2, ഓർമ്മയിൽ കൊണ്ടുവരിക. യേശുവിന്റെ പ്രബോധനങ്ങൾ അവയുടെ പൂർണ്ണമായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ ശിഷ്യർക്ക് കഴിയാതിരുന്നിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ വിശ്വാസ്യമായ വ്യാഖ്യാനത്തിലൂടെ യേശുവിന്റെ പ്രബോധനങ്ങളെ സഹായകൻ മനസ്സിലാക്കി തരുന്നു. 3, സാക്ഷ്യം നൽകുന്നു. യേശു തന്റെ സഹനത്തിലൂടെ പിതാവിന് സാക്ഷ്യം നൽകിയത് പ്രകാരം ശിഷ്യരും യേശുവിനെ പ്രതിയുള്ള അവരുടെ സഹനത്തിന് സാക്ഷ്യം നൽകുന്നത് അവരുടെ ഉള്ളിൽ സഹായകൻ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ടാണ്. 4, പാപം, നീതി, ന്യായവിധി എന്നിവയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. 4-ാം സുവിശേഷ പ്രകാരം യേശുവിൽ വിശ്വസിക്കായിക മൂലം പാപത്തിൽ നിബദിക്കുമ്പോൾ ശിഷ്യരിൽ വസിക്കുന്ന സഹായകൻ അവർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യം നൽകും. നീതിയുടെ പൂർണ്ണതയാണ് യേശുവെന്ന ബോധ്യവും ശിഷ്യർക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ശിഷ്യരെ ബോധ്യപ്പെടുത്തുന്നതും അവരിലുള്ള പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുക വഴി ശിഷ്യർക്ക് യേശുവിനോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാൾ നമ്മുടെ ജീവിതത്തിലും സഭയിൽ മുഴുവനിലും ഉള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യത്തെയും തുടർച്ചയായ പ്രവർത്തനത്തെയും ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിന്റെ പഠനങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവരുവാൻ നമ്മെ സഹായിക്കുന്നു, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു, സേവനത്തിനായി നമ്മെ ശാക്തീകരിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും അനുഭവിക്കുവാനുള്ള കഴിവ്, അതിലുപരി സാക്ഷ്യം നൽകുവാനുള്ള കഴിവ് നമുക്ക് നൽകുന്നു. വിവിധ സന്ദർഭങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനുമുള്ള നമ്മുടെ ദൗത്യത്തെയും ഈ തിരുനാൾ ഊന്നിപ്പറയുന്നു. വിശ്വാസം പങ്കിടുന്നതിലും ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിക്കുന്നതിലും സജീവമായ പങ്കാളിത്തം ഇതിന് ആവശ്യമായി വരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.